2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഗോതയ്ക്ക് പുറത്ത് വിനീഷ് ഫോഗോട്ട് നേരിട്ടത് ദൗർഭാഗ്യം തന്നെയാണോ? അതോ ആരെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കി വെച്ച പദ്ധതിയുടെ ഭാഗമായി അവർ മത്സരത്തിൽ നിന്ന് പുറത്താവുകയായിരുന്നോ? ഗുസ്തിയിൽ 50 കിലോഗ്രാം ഭാരമുള്ള കാറ്റഗറിയിലാണ് വിനീഷ് ഫോഗോട്ട് മത്സരിച്ചത്. കഴിഞ്ഞ ദിവസം സെമിയിൽ ക്യൂബയുടെ യൂസിനെലിസ് ലോപ്പസിനെ പരാജയപ്പെടുത്തിയ വിനീഷ് ഫോഗോട്ടിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലാകെ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. നമുക്കറിയാവുന്നതാണ്, കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഓൾ ഇന്ത്യ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ബ്രിജ് ഭൂഷൺ ചരൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീ താരങ്ങൾ കടുത്ത സമരത്തിനിറങ്ങിയതും ഡൽഹിയുടെ തെരുവുകളെ വിറപ്പിച്ചതും രാജ്യമൊന്നാകെ അവരുടെ സമരത്തെ ഉറ്റുനോക്കിയതും കർഷക നേതാക്കൾ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അണിനിരുന്നതുമെല്ലാം ഗോട്ടി മീഡിയയെയും BJP പ്രൊപ്പഗണ്ടകളെയും NDAയുടെ പല സഖ്യകക്ഷികളെയും കുറച്ചൊന്നുമല്ല അവരുടെ സമരം അസ്വസ്ഥമാക്കിയിരുന്നത്. ആ അസ്വസ്ഥപ്പെടലിന്റെ തുടക്കമായിരുന്നു അവിടെയെങ്കിൽ അതിന്റെ തുടർ ചലനങ്ങളാണോ പാരീസ് ഒളിമ്പിക്സിൽ കണ്ടത് എന്ന സംശയം സ്വാഭാവികമായും ഉദിച്ചു വരുന്നതാണ്. അന്താരാഷ്ട്ര ഗുസ്തി മത്സരങ്ങളിൽ തുടക്കത്തിൽ മാത്രമല്ല, ഫൈനലിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപും ഭാരം നോക്കണം എന്നുള്ള ചട്ടം പുതുതായാണ് വന്നത്. ഈ ഒളിമ്പിക് മത്സരത്തിലാണ് അന്തർദേശീയ തലത്തിലുള്ള ആ ഒരു ചട്ടത്തിന്റെ നടപ്പാക്കൽ നമ്മൾ കണ്ടത്. ഇതിന്റെ ഭാഗമായി വിനീഷ് ഫോഗോട്ടിന് നേരിടേണ്ടി വന്നത് സ്വർണ്ണ തിളക്കത്തിനടുത്തെത്തിയിട്ടും കാൽ വഴുതി പോകുന്ന സാഹചര്യമാണ്. വിനീഷ് ഫോഗോട്ട് സെമിയിൽ ജയിച്ചപ്പോൾ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ BJPയുടെ ഭരണത്തെ, BJP ഗവൺമെന്റിനെ, BJPയുടെ പ്രൊപ്പഗാണ്ടകളെ എല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തും വിധത്തിൽ അവരുടെ സ്റ്റാറ്റസും അവരുടെ സമരമുഖത്തുണ്ടായിട്ടുള്ള അവർ നേരിടേണ്ടി വന്ന വെല്ലുവിളികളും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സ്റ്റാറ്റസുകൾ ഈ ഇന്ത്യയിൽ ആകെ പരക്കുകയുണ്ടായി. ഇത് BJPയെ ഒന്നാകെ അസ്വസ്ഥമാക്കിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോട് ചേർത്ത് നോക്കേണ്ടതാണ്, സെമിയിൽ നിന്ന് ഫൈനലിലേക്ക് യോഗ്യത നേടിയെങ്കിലും മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തെ അവർ നേരിടുന്ന അവസ്ഥ. വിനീഷ് ഫോഗോട്ട് സെമിയിൽ ജയിച്ചപ്പോൾ 40 കോടി ഇന്ത്യക്കാരുടെയും അഭിമാനം അവർക്കൊപ്പം വളരുകയായിരുന്നു. ഭാരം കുറയ്ക്കുവാൻ വേണ്ടി അവർ നടത്തിയ കഠിനമായ പ്രയത്നങ്ങളെ, മുറിച്ചുമാറ്റിയ മുടിയെ എല്ലാത്തിനെയും വിഫലമാക്കും വിധത്തിലായിരുന്നു അവർ ഫൈനലിലേക്കുള്ള യോഗ്യത നേടാതെ പുറത്തിറങ്ങേണ്ടി വന്നത്. വെറും 100 ഗ്രാമിന്റെ ഭാരക്കൂടുതൽ കണക്കിലെടുത്താണ് ഒളിമ്പിക് അസോസിയേഷൻ അവരെ ഫൈനലിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിച്ചത്. ഇത് 40 കോടി ഇന്ത്യക്കാർക്കും നേടിക്കൊടുത്ത ആഘാതം വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ് ഫോഗോട്ട് ഫൈനലിലേക്ക് മത്സരിക്കുമായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഉറപ്പിക്കാമായിരുന്നു ഒരു സ്വർണ്ണ തിളക്കം. പക്ഷേ അതും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടോ എന്ന സംശയം സ്വാഭാവികമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിനീഷ് ഫോഗോട്ട് നേരിടുന്ന മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കും വിധത്തിൽ, അവരെ പ്രചോദിപ്പിക്കും തരത്തിൽ ഇന്ത്യയിലുള്ള നിരവധിയായ മനുഷ്യർ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു. രാഷ്ട്രീയത്തിലും കായിക മേഖലയിലും സിനിമാ മേഖലയിലും ഒക്കെയുള്ള നിരവധിയായ ആളുകൾ വിനീഷ് ഫോഗോട്ടിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ തന്നെ അല്ല, ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ഏജൻസിയായ ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ ഒരു അവതാരിക വിനീഷ് ഫോഗോട്ടിനെ ശകാരിക്കും മട്ടിൽ ഒരു പ്രസംഗം നടത്തുന്നത്. നമുക്ക് അതൊന്ന് കണ്ടുവരാം. मैं एग्जाम देने जा रही हूँ, अब मैं किसी को कहती रहूँ भाई मैं फेल हो गई, लेकिन एक रात पहले मैं पूरी रात बैठकर पढ़ती रही, मैं 1 मिनट भी नहीं सोई, मेरे घर में लाइट भी चली गई थी। अब ये सारी चीजें तो फिर दलील हो जाएंगी ना। अगर ये निराशाजनक है तो उसमें ये भी सोचना होगा कि ये नौबत आई। രാത്രി മുഴുവൻ പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്ന ഒരു പരിഹാസ രൂപത്തിലുള്ള വിമർശനമാണ് ഈ അവതാരിക പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണോ ഔചിത്യബോധം തീരെ ഇല്ല എങ്കിൽ തന്നെയും ഒരു ജേർണലിസ്റ്റ് നടത്തേണ്ടിയിരുന്നത്? അല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ബ്രിജ് ഭൂഷൺ ചരൺ സിംഗിനെ പോലുള്ള അതിശക്തനായ, അയോധ്യ പോലുള്ള ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു അധ്യക്ഷനെതിരെ, ഒരു ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനെതിരെ, പാർലമെന്റിലെ ഒരു മെമ്പർക്കെതിരെ ശക്തമായി പോരാടുവാൻ, സമരം ചെയ്യുവാൻ ഒരുങ്ങിയവരാണ് വിനീഷ് ഫോഗട്ടും അവരുടെ കൂട്ടാളികളും. അവർക്കെതിരെ നടത്തേണ്ട സാമാന്യമായ ജേർണലിസ്റ്റിക് മര്യാദ പോലും പുലർത്താതെ അവരെ വിമർശിക്കുന്നത് ഗോട്ടി മീഡിയയുടെ സ്വാധീനം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണെന്നാണ് പറയേണ്ടത്. നമുക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകാം. വിനീഷ് ഫോഗോട്ട് ജയിച്ചിരുന്നുവെങ്കിൽ, വിനീഷ് ഫോഗോട്ട് സ്വർണത്തിൽ മുത്തമിട്ടിരുന്നുവെങ്കിൽ, അത് ബ്രിജ് ഭൂഷൺ ചരൺ സിംഗിനെയും അദ്ദേഹത്തിന്റെ സിൽബന്ധികളെയും BJP സർക്കാരിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഉയർന്നു വരുമായിരുന്നു എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ തർക്കമില്ല. ഇതിന് പകരമായിട്ട് അവർക്ക് രാജ്യത്തിന് മുമ്പ് കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നത് ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡലാണ്. പക്ഷേ
വിനീഷ് ഫോഗോട്ട് ആ സ്വർണ്ണ തിളക്കത്തിലേക്ക് എത്തും മുൻപേ കാലിടറി വീണു, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ചോ എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള അട്ടിമറികൾ സംശയിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാണോ അല്ലയോ എന്നത് പ്രേക്ഷകർ സ്വന്തം ഇച്ഛാശക്തിയും സ്വന്തം യുക്തിബോധവും വെച്ച് കണക്കാക്കേണ്ട കാര്യമാണ്. വിനീഷ് ഫോഗോട്ടിന്റെ അമ്മാവൻ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അട്ടിമറികളൊന്നും സംശയിക്കുന്നില്ല ഇപ്പോൾ. പകരം 2028 വരുന്ന ഒളിമ്പിക്സ് മത്സരത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് എന്നത്. ശരിയാണ്. ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പോരാളിയെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ട യുദ്ധങ്ങളല്ല, അല്ലെങ്കിൽ കളത്തിൽ യുദ്ധം ചെയ്യാതെ തന്നെയുള്ള പരാജയങ്ങളല്ല, വരാൻ പോകുന്ന യുദ്ധങ്ങളാണ് നേർക്കുനേർ നോക്കേണ്ടത്. അതിനുവേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് വിനീഷ് ഫോഗോട്ടിനോട് മാത്രമുള്ള നീതികേടല്ല, 140 കോടി ജനങ്ങളോടുമുള്ള നീതികേടാണ്. അത്തരത്തിലുള്ള അട്ടിമറി സംഭവിച്ചോ എന്നുള്ളത് സംശയം കൂടുതൽ ബലപ്പെടുന്നത് വിജേന്ദ്ര സിംഗിനെ പോലുള്ള ആളുകൾ സംശയിക്കുന്നത് കൊണ്ടാണ്. ഒരു രാത്രി കൊണ്ട് 6 കിലോയോളം ഒക്കെ ആളുകൾ കുറയ്ക്കുന്നു, പിന്നെയാണ് ഒരു 100 ഗ്രാം എന്നായിരുന്നു വിജേന്ദ്ര സിംഗിന്റെ വിമർശനം. അത് ശരിയാണ് താനും. സെമിയിലെ മത്സര വിജയത്തിന് ശേഷം ഏകദേശം 2 കിലോയോളമാണ് ഒറ്റ ദിവസം കൊണ്ട് വിനീഷ് ഫോഗോട്ട് കൂടിയതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് നമുക്ക് ഒരു ആശ്ചര്യം ഉണ്ടാക്കുമെങ്കിൽ തന്നെയും വിനീഷ് ഫോഗോട്ടിനെ പോലുള്ള ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 2 കിലോ കുറയ്ക്കുവാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ. രാത്രിയിൽ ഉറങ്ങാതെ പോലും അവർ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ പലതരത്തിലുള്ള ശാരീരിക ക്ഷമതാ വ്യായാമങ്ങളിലും വിനീഷ് ഫോഗോട്ട് മുഴുകിയിരുന്നു. അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരവും ആയിരുന്നു. എന്നാൽ ഫൈനലിലേക്കുള്ള മത്സരം നടക്കുന്നതിന് മുൻപായി നടത്തിയ ഭാരപരിശോധനയിൽ അവർ 100 ഗ്രാം കൂടുതലുള്ളതായാണ് കണക്കാക്കിയത്. ഇത് ഒളിമ്പിക്സിന്റെ കർശനമായ നിയമചട്ടങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന കാര്യമായതിനാൽ തന്നെ വിനീഷ് ഫോഗോട്ടിന് മത്സരത്തിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വന്നു. വിനീഷ് ഫോഗോട്ട് സാധാരണ 53 കിലോ കാറ്റഗറിയിലാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അവർക്ക് പരിക്കിനെ തുടർന്ന് 53 കിലോ കാറ്റഗറിയിൽ മത്സരിക്കുവാൻ സാധിച്ചില്ല. ഇതിനെ തുടർന്നാണ് ഭാരം കുറച്ച് 50 കിലോ കാറ്റഗറിയിൽ മത്സരിക്കാൻ അവർ ഒരുങ്ങുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം മെഡൽ വേട്ടയിലേക്ക്, ഒരു സ്വർണ്ണ നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ആ ശ്രമവും ഒളിമങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിനും വലിയ പ്രതിസന്ധികളെല്ലാം താണ്ടി വന്നതാണ് വിനീഷ് ഫോഗോട്ടും അവരുടെ സംഘവും. ഇതിനെയും അവർ മറികടക്കുക തന്നെ ചെയ്യും. പൂർവാധികം ശക്തിയോടെ അവർ ഗോദയിലേക്ക് തിരിച്ചിറങ്ങുക തന്നെ ചെയ്യും. കാത്തിരിക്കാം ആ സുദിനത്തിനായി.